കഥ ആരംഭിക്കുന്നത് 1989കളിലാണ്. തായ്വാനീസ് സൊസൈറ്റി റാപ്പിഡ് ചേഞ്ചിലൂടെ കടന്നുപോകുന്ന കാലം. ലിയാവോ ജി എന്നു പേരുള്ള 11 വയസ്സുകാരൻ പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങി വന്നിരുന്ന അവൻ ഒരു റെസ്റ്റോറന്റിലെത്തിയിരുന്നു. എന്നും അവൻ ആ റെസ്റ്റോറന്റിൽ വരും. അവന്റെ അച്ഛൻ ഹാർഡ് വർക്കിംഗ് ആയ ലിയാവോ തായ്ലായ് എന്ന യുവാവ് അവിടായിരുന്നു വെയിറ്ററായി ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ജോലി കഴിഞ്ഞ് അച്ഛനും അവനും ഒന്നിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. അമ്മയുടെ മരണശേഷം മകനെ പൊന്നുപോലെ നോക്കിയിരുന്നത് തായ്ലായ് ആയിരുന്നു. അന്ന് രാത്രിയിൽ തായ്ലായ് തന്റെ സാക്സോഫോൺ എടുത്ത് വായിക്കാൻ ആരംഭിക്കുന്ന സമയം അങ്ങോട്ടേക്ക് റെന്റ് പിരിക്കുന്ന യുവതി കടന്നു വന്നു. ചെൻചെൻ എന്നാണ് അവളുടെ പേര്. സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്റെ ബോസിന്റെ കിയോസ്ക് റോഡ് സൈഡിലുള്ളത് അടുത്ത മാസത്തോടെ കാലിയാവും, നിങ്ങൾ അതെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് തായ്ലായോട് ചോദിച്ചു. കിയോസ്ക് എന്ന് പറയുന്നത് ചെറിയ കടമുറികളാണ്. മുമ്പൊരിക്കൽ ചെൻചെന്നിനോട് തായ്ലായ് തനിക്കൊരു സെലൂൺ ബിസിനസ് ആരംഭിക്കാനുള്ള ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു ചെൻചെൻ കിയോസ്കിന്റെ ഓപ്പൺ സ്പേസ് വന്നപ്പോ അക്കാര്യം തായ്ലായോട് ചോദിച്ചതും. പക്ഷേ നിർഭാഗ്യവശാൽ തായ്ലായ്ക്ക് അപ്പോൾ ആ ബിസിനസ് തുടങ്ങാനുള്ള പണം കൈവശമുണ്ടായിരുന്നില്ല. ചെൻചെൻ പോയി കഴിഞ്ഞ് ലിയാവ്ജിയെ അണിയിച്ചൊരുക്കുന്ന സമയത്ത് തായ്ലായ് അവനോട് സംസാരിച്ചു. കിയോസ്ക് അങ്ങനെ റെന്റിനെടുക്കുന്നതിലും നല്ലൊരു ഐഡിയ കയ്യിലുള്ള പണമൊക്കെ ഉപയോഗിച്ച് അതങ്ങ് വാങ്ങുന്നതാണ്. അവിടെ തന്നെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. തായ്ലായുടെ സാലറി അത്രയധികമൊന്നും ഇല്ലെങ്കിലും 3 കൊല്ലത്തെ സമ്പാദ്യം കൂട്ടിച്ചേർത്ത് വെച്ച നമുക്ക് ആ കിയോസ്ക് വാങ്ങാൻ പറ്റിയേക്കും എന്നൊരു പ്രതീക്ഷ തായ്ലായ് പങ്കുവെച്ചു. അത് കേട്ടതും ജി ഒരുപാട് സന്തോഷിച്ചിരുന്നു. ലിയാവോ ജിയെ സംബന്ധിച്ച് സ്വന്തമായി ഒരു സലൂൺ ബിസിനസ് തുടങ്ങണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു. കാരണം അവന്റെ അമ്മ ഒരിക്കൽ ചെയ്തിരുന്ന, ഏറെ ആഗ്രഹിച്ചിരുന്ന ഒന്നാണത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ലിയാവോ ജി മടങ്ങി വരികയായിരുന്നു. 3 സ്കൂൾ കുട്ടികൾ അവന്റെ അടുത്തെത്തി അവനെ ബുള്ളി ചെയ്യാൻ ആരംഭിച്ചു. അവന്റെ അച്ഛനെ പലതരം കളിയാക്കൽ പേരുകൾ വിളിച്ച് അവർ അപമാനിച്ചു. പക്ഷേ ലിയാവോ ജിക്ക് തിരികെ പ്രതികരിക്കാൻ ധൈര്യം തോന്നിയിരുന്നില്ല. തന്നെക്കാൾ ശരീരമുള്ള അവരോട് ഫൈറ്റ് ചെയ്താൽ എന്താവുമെന്ന ഭയം ലിയാവോ ജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരികെ പ്രതികരിക്കാതെ അവൻ തിരികെ പോന്നു. അന്ന് രാത്രിയിൽ ലിയാവോ ജിക്ക് ഒരു കല്യാണമുണ്ടായിരുന്നു. അച്ഛന്റെ ഒപ്പം അവൻ കല്യാണം കൂടാൻ പോയി. അവന്റെ ആന്റിയുടെ കല്യാണമായിരുന്നു. ഇവന്റെ ഒക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് മദ്യപിച്ചിരുന്ന തായ്ലായ് നല്ല രീതിയിൽ വാളുവയ്ക്കാൻ ആരംഭിച്ചു. മദ്യപിച്ച് അവശനിലയിലാണെങ്കിലും തന്റെ സന്തോഷം തായ്ലായ് ജിയോട് പങ്കുവെച്ചു. അവന്റെ ആന്റി, അതായത് തന്റെ സഹോദരി, തനിക്ക് കുറച്ച് പണം കടം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നായിരുന്നു അത്. ആ പണം കൊണ്ട് നമുക്ക് കിയോസ്ക് വാങ്ങാൻ സാധിക്കുമെന്നും ബിസിനസ് ക്യാപിറ്റലായി ഉപയോഗിക്കാൻ പറ്റും എന്നും തായ്ലായ് കൂട്ടിച്ചേർത്തിരുന്നു. അത് കേട്ടതും ജി ഒരുപാട് സന്തോഷിച്ചു. തങ്ങളുടെ കുറെ കാലത്തെ സ്വപ്നം അങ്ങനെ നടപ്പാവാൻ പോകുന്നു എന്നവൻ ആഗ്രഹിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ജിയും തായ്ലായും സംസാരിച്ചു. ഏത് കിയോസ്കാ വാങ്ങേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു ചർച്ച. ചെൻചൻ വരുമ്പോ ചെൻചനിനോട് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാം എന്നൊടുവിൽ തായ്ലായ് പറഞ്ഞു. അന്ന് വൈകിട്ട് തായ്ലായ് പതിവ് പോലെ തന്റെ ജോലി കഴിഞ്ഞിറങ്ങി. ക്രിസ്മസ് ഈവ് വരികയാണ്. ജിക്ക് സമ്മാനമായി ഒരു സൈക്കിൾ വാങ്ങാൻ അവനൊരു ഷോപ്പിലേക്ക് എത്തി. അവിടെ വെച്ച ആ സൈക്കിൾ ഷോപ്പ് ഉടമയോട് സംസാരിച്ചപ്പോഴാണ് ഞെട്ടലോടെ അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. അവിടുത്തെ ലാൻഡ് ഓണർ വലിയ തോതിൽ തലവിലയൊക്കെ ഉയരുന്നതുകൊണ്ട് കിയോസ്കിന്റെ ഒക്കെ വില ഇരട്ടിയാക്കാൻ പോവുകയാണ് എന്ന വാർത്തയായിരുന്നു അത്. തലവില ഉയരുന്നതിനെ പറ്റിയും മറ്റുമുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടതും തായ്ലായ്ക്ക് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. സ്വപ്നത്തോട് അടുത്ത് വന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു പ്രതിസന്ധി. അന്ന് വീട്ടിലെത്തിയപ്പോ ജിയോട് അക്കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തായ്ലായ്ക്ക് മനസ്സ് വന്നില്ല. എങ്ങനാണ് അത്രമേൽ ആഗ്രഹിച്ച മകനോട് തന്റെ കയ്യിൽ ഇനി അതിനുള്ള പണം തികയില്ല എന്ന് പറയുന്നത്? പിറ്റേന്ന് സ്കൂള് കഴിഞ്ഞ് ജി തിരിച്ചു വരുമ്പോ നല്ല മഴയുണ്ടായിരുന്നു. അവൻ ഓടി ഒരു ഷെൽട്ടറിലേക്ക് കയറി. ആ സമയം അവന് മുമ്പിൽ ഒരു കാറുണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിലിരുന്ന് മിസ്റ്റർ ഷേ എന്ന മനുഷ്യൻ ജിയെ കണ്ട് അവനെ വിളിച്ചു. അവിടുത്തെ ജനങ്ങൾ മിസ്റ്റർ ഷേയെ ഓൾഡ് ഫോക്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കൗശലക്കാരനായ ബിസിനസ് മാഗ്നറ്റ്, ബിസിനസ് ടൈക്കൂൺ. കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ഒരുപാട് നിലവും കടമുറികളും ഒക്കെ ഈ മിസ്റ്റർ ഷേയുടേതാണ്. ആ നഗരത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനും ഏറ്റവും ബഹുമാനം കിട്ടുന്നതുമായ വ്യക്തി. മിസ്റ്റർ ഷേ ജിയെ കണ്ട് കാറിലേക്ക് വിളിച്ചപ്പോ ജിയും നിഷ്കളങ്കമായി മിസ്റ്റർ ഷേയുടെ കാറിലേക്ക് കയറി. മിസ്റ്റർ ഷേ ആരാണെന്നോ എന്താണെന്നോ ജിക്ക് അറിയാനും പാടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വീട്ടിലേക്ക് ജിയെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോ മിസ്റ്റർ ഷേ ജിയെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ താൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു അത്. അത് കേട്ടതും ആദ്യം ജി നല്ല രീതിയിൽ ഒന്ന് ഭയപ്പെടുന്നുണ്ട്. അതിന് മറുപടി പറയാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ ജി
അച്ഛൻ തായ്ലായോട് മിസ്റ്റർ ഷിയെപ്പറ്റി സംസാരിച്ചു. ജിയുടെ വിശദീകരണം കേട്ടതും അത് ഓൾഡ് ഫോക്സായ മിസ്റ്റർ ഷിയാണ് എന്ന് തായ്ലായി മനസ്സിലാക്കിയിരുന്നു. ഈ നഗരത്തിലെ തന്നെ ഏവരും പേടിക്കുന്ന ലാൻഡ് ഓണറാണ് അയാളെന്നും അയാളോട് എതിരിട്ടവരൊക്കെ കാണാതായി പോയിട്ടേയുള്ളൂ എന്നുമായിരുന്നു തായ്ലായി വ്യക്തമാക്കിയത്. ജി അത് കേട്ട് ഒന്ന് ഷോക്കായിരുന്നു. പിന്നാലെ കിയോസ്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജിയോട് സംസാരിക്കാൻ തായ്ലായി തീരുമാനിച്ചു. നിലവിൽ തന്റെ പക്കൽ കിയോസ്ക് വാങ്ങാനുള്ള പണം തികയില്ലെന്നും പണമാവുന്നവരെ തങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നും തായ്ലായി അവന്റെ അടുക്കൽ പറഞ്ഞു. അത് കേട്ടതും ജി വല്ലാതെ ദുഃഖിതനായിരുന്നു. പിറ്റേന്ന് സ്കൂളിൽ നിന്ന് തിരികെ വരുന്ന വഴിയിൽ ജി വീണ്ടും മിസ്റ്റർ ഷായെ കണ്ടു. മിസ്റ്റർ ഷായ്ക്ക് അടുത്ത് ചെന്ന് ജി സംസാരിച്ചു. മിസ്റ്റർ ഷായെ തനിക്ക് പേടിയില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ അവൻ ധൈര്യത്തോടെ പറഞ്ഞു. ഇന്നസെന്റായി ജി അത് പറഞ്ഞത് കേട്ടതും മിസ്റ്റർ ഷായ് ചിരിച്ചിരുന്നു. മിസ്റ്റർ ഷായ് പിന്നാലെ ജിയെ തന്റെ കാറിൽ കയറ്റി ഡ്രൈവ് ചെയ്ത് പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ഷായ് അറിയിച്ചു, എന്റെ ഏരിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. ജി തുടർച്ചയായി സ്കൂൾ കുട്ടികളാൽ ബുള്ളി ചെയ്യപ്പെടുന്ന കാര്യമൊക്കെ മിസ്റ്റർ ഷായ്ക്ക് അറിയാമായിരുന്നു. എങ്ങനെയാണ് അതിനെതിരെ നിൽക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്ന് മിസ്റ്റർ ഷായ് അവന് പറഞ്ഞുകൊടുത്തു. ഒരാളുടെ വീക്ക്നെസ് അറിയുവാൻ സാധിച്ചാൽ ഫിസിക്കൽ ഫോഴ്സ് പോലുമില്ലാതെ അവരെ പരാജയപ്പെടുത്താം എന്നതായിരുന്നു അന്ന് മിസ്റ്റർ ഷായ് അവനെ ഉപദേശിച്ചത്. അന്ന് രാത്രിയിൽ ജി സങ്കടത്തോടെ ഒരിടത്തിരിക്കാൻ തുടങ്ങി. തന്റെ മരിച്ചുപോയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി സലൂൺ തുറക്കുകയെന്നത്. അത് നടപ്പിലാക്കാൻ അച്ഛനും തനിക്കും ഇപ്പോഴും പറ്റുന്നില്ലല്ലോ എന്നതായിരുന്നു അവന്റെ ദുഃഖം. പിന്നാലെ തായ്ലായി മകന്റെ അടുത്തേക്ക് വന്നു. അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. തൽക്കാലത്തേക്ക് അത് ഡിലേ ആയി പോയാലും ഒരിക്കൽ നമ്മുടെ സ്വപ്നം നടപ്പിലാവും എന്ന് തായ്ലായി ജിയോട് പറഞ്ഞു. ആ മാസം അവസാനത്തോടെ നല്ല തണുപ്പുകാലം ആരംഭിച്ചിരുന്നു. തായ്ലായി സുഖമില്ലാതെ കിടപ്പിലായി. അപ്പോഴായിരുന്നു റെന്റ് പിരിക്കാൻ ചെൻചെൻ അങ്ങോട്ടേക്ക് വന്നത്. ജിയിൽ നിന്ന് തായ്ലായിക്ക് സുഖമില്ലെന്ന് കേട്ടതും ചെൻചെൻ അകത്ത് കയറി തായ്ലായെ പരിശോധിച്ചു. വലിയ കുഴപ്പമില്ല എന്ന് കണ്ട് തായ്ലായെ റെസ്റ്റ് ചെയ്യാൻ വിട്ട് ചെന്നിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങി. പുറത്തൊരു കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ജി ചെൻചെന്നിനോട് തന്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. മരിച്ചുപോയ അമ്മയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ സ്വന്തമായ ഒരു സലൂൺ തുടങ്ങുന്നതിനെ പറ്റിയായിരുന്നു അത്. ചെൻചെന്നിനോട് കിയോസ്കിന്റെ പൈസ കുറയ്ക്കാമോ എന്ന് ചോദിച്ചവൻ അപേക്ഷിച്ചു. അതൊന്നും തന്റെ പക്കലുള്ള കാര്യമല്ല, തന്നെ കൊണ്ട് സാധിക്കുന്നതുമല്ല എന്നായിരുന്നു ചെൻചെൻ പറഞ്ഞത്. പിന്നാലെ ലാൻഡ് ഓണറായ മിസ്റ്റർ ഷെയ്യുടെ അടുത്തേക്ക് അവനെ താൻ കൂട്ടിക്കൊണ്ടുപോകാം എന്നും ചെൻചെൻ അറിയിച്ചു. അടുത്ത ദിവസം പ്രോമിസ് ചെയ്ത പോലെ ചെൻചെൻ ജിയെ മിസ്റ്റർ ഷെയ്യുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ മിസ്റ്റർ ഷെയ്യുടെ ലക്ഷൂറിയസ് ആയ വീട് കണ്ട് ജി അതിശയിച്ചു പോയിരുന്നു. പിന്നാലെ മിസ്റ്റർ ഷിയുമായി ജി സംസാരിച്ചു. തന്റെ മനസ്സിലുള്ള ഒരു ഓഫർ പ്രൈസ് മിസ്റ്റർ ഷിയുടെ അടുക്കൽ ജി പറഞ്ഞു. പക്ഷേ ഷിക്ക് ആ ഓഫർ ഓക്കെ ആയിരുന്നില്ല. ആ സമയം മിസ്റ്റർ ഷി ജിയോടൊരു പ്രധാനപ്പെട്ട കാര്യവും പറഞ്ഞു. ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ ഇമോഷൻസിന് വില കൊടുത്തേക്കരുത്, ഫീലിംഗ്സ് ഒന്നും പരിഗണിച്ചേക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഒരാൾ ഒന്നടങ്കം തകർന്നു പോവും. എങ്ങനെയാണ് ഫീലിംഗ്സിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിനെ പറ്റിയും മിസ്റ്റർ ഷി അവന് ക്ലാസ് എടുത്തു. അതായത് മിസ്റ്റർ ഷി ഒരു ഗ്ലാസ് എടുത്തു, അതിൽ വെള്ളവും ശേഷം ആ വെള്ളം വെച്ച് ഒരു നിമിഷം കറക്കി കുറച്ചു കുടിച്ച് കണ്ണുകൾ അടച്ച ശേഷം സ്വയം പറഞ്ഞു, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഇതൊന്നും തന്നെ എന്റെ പ്രശ്നമേയല്ല. അന്ന് വൈകിട്ട് മിസ്റ്റർ ഷെയായിരുന്നു ജിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. അത് നേരിൽ കണ്ട തായ്ലായി ഒന്ന് ഭയന്നിരുന്നു. തായ്ലായിക്കടുത്ത് സംസാരിക്കാൻ നിൽക്കാതെ ജി പോയി വാതിലടച്ചു. തായ്ലായി വാതിലിന് പുറത്തുനിന്ന് അവനോട് സംസാരിച്ചു. മിസ്റ്റർ ഷെയുമായി ഒരുപാട് ഇടപാടുകൾക്കൊന്നും നിൽക്കരുത്, അത് കൂടുതൽ പ്രശ്നത്തിലാവും എന്നായിരുന്നു തായ്ലായി അവനെ ഉപദേശിച്ചത്. പക്ഷേ അതൊന്നും കേൾക്കാൻ ജി ഒരുക്കമായിരുന്നില്ല. ഇതൊന്നും തന്റെ ബിസിനസ്സേ അല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ ക്രിസ്മസ് ഈവ് എത്തി. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ തായ്ലായി ജിക്കായി ഒരു സൈക്കിൾ വാങ്ങിയിരുന്നു. ആദ്യം ജി തായ്ലായോട് ചെറിയ ദേഷ്യത്തിലായിരുന്നു. പക്ഷെ അച്ഛൻ തനിക്കായി ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നത് കണ്ടതും ജി കുറച്ചധികം സന്തോഷിച്ചു. വീടിനകത്തുള്ള ഗിഫ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞതും തായ്ലായി അവനോട് ജാക്കറ്റ് ധരിക്കാൻ പറഞ്ഞു. പിന്നാലെ അവനുള്ള ഗിഫ്റ്റായ സൈക്കിളിന്റെ കാര്യം പറയുകയും പുറത്തൊന്നിച്ച് ഒരു റൈഡിന് പോവാമെന്ന് അറിയിക്കുകയും ചെയ്തു. തായ്ലായും ജിയും കൂടി അന്ന് സൈക്കിൾ ചവിട്ടി സന്തോഷത്തോടെ പുറത്തൊരു റൈഡിന് പോയി. അടുത്ത ദിവസം ജി റെസ്റ്റോറന്റിൽ വന്ന് അച്ഛനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മിസ്റ്റർ ഷെയുടെ എതിരാളിയായ വ്യക്തിയുമായി ചെൻചെൻ സംസാരിക്കുന്നത് ജി കേട്ടത്. എതിരാളിയോട് സംസാരിച്ചിരുന്ന ചെൻചെൻ മിസ്റ്റർ ഷെയുടെ ബിസിനസ് വലിച്ചു താഴെയിടാൻ അവർക്കൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യാൻ താൻ തയ്യാറാണെന്ന് പറയുന്നത് ജി കേട്ടിരുന്നു. മിസ്റ്റർ ഷായെ അവൾ ചതിക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു ചെൻചെനിന്റെ സംസാരം. അവരുടെ സംസാരം കേട്ടതും അവരുടെ കണ്ണിൽപ്പെടാതെ ജി അവിടെ നിന്ന് മാറി. ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജി മിസ്റ്റർ ഷെയെ കണ്ടു. മിസ്റ്റർ ഷി ജിയെ തന്റെ കൂടെ പാർക്കിന് ചുറ്റും ചുറ്റിക്കറങ്ങാൻ ക്ഷണിച്ചു. മിസ്റ്റർ ഷെയുടെ ലക്ഷറി കാറിലായിരുന്നു അവർ ചുറ്റിക്കറങ്ങാൻ പോയത്. പോകുന്ന വഴിയിൽ പതിവായി ജിയെ ബുള്ളി ചെയ്യുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും മിസ്റ്റർ ഷി അവർക്ക് മുമ്പിലൂടെ കാറ് സ്ലോ ആയി ഓടിച്ചു. അവരെ ഒന്ന് രൂക്ഷമായി നോക്കുകയും ചെയ്തു. മിസ്റ്റർ
മിസ്റ്റർ ഷിയെ ജിക്കൊപ്പം കണ്ടതും അവരൊക്കെ ഒന്ന് ഭയന്നിരുന്നു. ആ കുട്ടികളുടെ ഭയന്ന മുഖം കണ്ടതും ജിക്ക് സന്തോഷം തോന്നി. പിന്നാലെ മിസ്റ്റർ ഷിയോട് ജി പറഞ്ഞു, എനിക്കും മിസ്റ്റർ ഷിയെ പോലെ ആകണം, എല്ലാവരും ഭയക്കുന്ന, ഏവരും റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി. ചിരിച്ചുകൊണ്ട് മിസ്റ്റർ ഷി പറഞ്ഞു, അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ, ഒരുപാട് പണം സമ്പാദിക്കുക. ഒരുപാട് പണം കയ്യിലുണ്ടെങ്കിൽ എല്ലാരും തന്നെ ഒരാളെ ബഹുമാനിക്കും. അപ്പോഴാണ് റെസ്റ്റോറന്റിൽ വെച്ച് താൻ കേട്ട കാര്യം ജി ഓർമ്മിക്കുന്നത്. മിസ്റ്റർ ഷിയോട് ഉടനടി ചെൻചൻ സംസാരിച്ച കാര്യമൊക്കെ അവൻ പങ്കുവെച്ചു. മിസ്റ്റർ ഷി അത് അല്പം നെട്ടലോടെയായിരുന്നു കേട്ടത്. അന്ന് തിരികെ എത്തിയ മിസ്റ്റർ ഷി ചെൻചനെ തന്റെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. പിറ്റേന്ന് രാത്രിയിൽ തായ്ലായ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ചെൻചൻ തായ്ലായുടെ വീടിന് മുമ്പിലുണ്ടായിരുന്നു. ചെൻചനിന്റെ മുഖത്ത് തല്ലേറ്റ് പരിക്കേറ്റ നിലയിലും കാണപ്പെട്ടിരുന്നു. ചെൻചനെ തായ്ലായ് വീടിനകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട കാര്യം കരഞ്ഞുകൊണ്ട് ചെൻചൻ പറയുന്നുണ്ട്. മിസ്റ്റർ ഷി തന്റെ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചതാണ്, താനത് ജയയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ മിസ്റ്റർ ഷി അത് വിശ്വസിച്ചേയില്ല എന്ന് ചെൻചൻ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. ചെൻചനിന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്നവിടെ നടന്ന സംഭവത്തിന് മറ്റ് ചില അർത്ഥതലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ചെൻചൻ ഒരിക്കലും മിസ്റ്റർ ഷിയെ ചതിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് ജി ചെൻചനിന്റെ ആ സ്റ്റോറിയൊക്കെ കേട്ട് മനസ്സിലാക്കി. അതോടെ ജയ്ക്ക് കുറ്റബോധം തോന്നി. പിറ്റേന്ന് പുലർച്ചെ തായ്ലായ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കിയോസ് കടയുടമ മരണപ്പെട്ട കാര്യം ജി ആ സമയം തായ്ലായോട് പറഞ്ഞു. ആ കടയിൽ ഇതോടെ പ്രശ്നമാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടാകും. കടയിൽ വെച്ചാണല്ലോ ഉടമ മരിച്ചത്, അതുകൊണ്ട് അതിന്റെ പൈസ കുറയാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്കത് വാങ്ങാം എന്ന് ജി തായ്ലായി ഉപദേശിച്ചു. പക്ഷേ തായ്ലായി പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്. ഒരാളുടെ കഷ്ടപ്പാട് നമുക്ക് അനുകൂലമായി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ മിസ്റ്റർ ഷീ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ആവാഹിച്ചിരുന്ന ജി ഉടൻ തന്റെ അച്ഛനോട് പറഞ്ഞു, മരിച്ചുപോയ ആളുടെ പ്രശ്നങ്ങളും അവരുടെ കുടുംബ പ്രശ്നവുമൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ, നമ്മളതൊന്നും മൈൻഡ് പോലും ചെയ്യേണ്ട കാര്യമില്ല. തായ്ലായ്ക്ക് അവന്റെ ആ മറുപടി ഇഷ്ടപ്പെട്ടില്ല. തായ്ലായ് തന്റെ മകനെ തല്ലി. പിറ്റേന്ന് ഉച്ചതിരിന് ജി വീണ്ടും മിസ്റ്റർ ഷിയെ കാണുവാൻ പോയി. ഇത്തവണ മിസ്റ്റർ ഷിയെ കണ്ട് ആള് മരണപ്പെട്ട കിയോസ്കിന്റെ പൈസ കുറയ്ക്കുമോ എന്ന് ചോദിക്കാനായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. അവന്റെ അച്ഛൻ അതിന് സമ്മതിക്കില്ലെങ്കിലും അച്ഛനോട് ചോദിക്കാതെ അവൻ അതിന് തീരുമാനിച്ചിരുന്നു. അവൻ മിസ്റ്റർ ഷിയ്ക്കായി കാത്തിരിക്കുമ്പോ അതുവഴി അവനെ സ്ഥിരം ബുള്ളി ചെയ്യുന്ന പയ്യന്മാർ വന്നു. പക്ഷേ ഇത്തവണ അവൻ ഭയന്നു മാറി നിന്നില്ല. ധൈര്യത്തോടെ ആ ബുള്ളീസ് കുട്ടികളുടെ മുമ്പിലേക്ക് നടന്നു ചെന്നു. പ്രശ്നമൊന്നും ഉണ്ടാവുണ്ടെങ്കിൽ തന്നെ തന്റെ പാട്ടിന് വിട്ടേക്കാനും ഇല്ലെങ്കിൽ ഭവിഷ്യത്ത് വലുതായിരിക്കും എന്നും അവൻ ധൈര്യത്തോടെ ആ ബുള്ളി കുട്ടികളോടായി പറഞ്ഞു. അവന്റെ ഭാവമാറ്റത്തിലും മറ്റും പേടിച്ച കുട്ടികൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അന്നവിടെ കുറെ നേരം ജി കാത്തിരുന്നെങ്കിലും മിസ്റ്റർ ഷീ ആ വഴി വന്നിരുന്നില്ല. അതോടെ മിസ്റ്റർ ഷീക്കെടുത്ത് പോയി കിയോസ്കിന്റെ കാര്യം നേരിട്ട് സംസാരിക്കാൻ ജി തീരുമാനിച്ചു. പിന്നാലെ അവൻ മിസ്റ്റർ ഷിയുടെ ഒരു കമ്പനിയിലേക്ക് ചെന്നു. മിസ്റ്റർ ഷിയുടെ മുമ്പിലെത്തി കടയുടമ മരിച്ച കിയോസ്കിന്റെ വില കുറച്ചു തരാമോ എന്ന് മിസ്റ്റർ ഷിയോട് ചോദിച്ചു. പക്ഷേ ഒരിക്കൽ കൂടി മിസ്റ്റർ ഷി ആ ഓഫർ നിരസിച്ചു. അത് കേട്ടതും ജി അവിടെ നിന്ന് കരയാൻ ആരംഭിച്ചു. മിസ്റ്റർ ഷി ജിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. തന്റെ ഓഫീസിലിരുത്തി അവനുമായി സംസാരിച്ചു. മിസ്റ്റർ ഷി പറഞ്ഞു, ഒരിക്കൽ ഞാൻ നിന്റെ അച്ഛൻ തായ്ലായെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് ഹോസ്പിറ്റൽ ലിഫ്റ്റിൽ ഞാനും എന്റെ ഭാര്യയും ഉള്ളപ്പോൾ തായ്ലായും ലിഫ്റ്റിൽ കയറിയിരുന്നു. അന്നായിരുന്നു തായ്ലായിക്ക് നീ ജനിക്കുന്നത്. അന്ന് തന്നെയായിരുന്നു എന്റെ അമ്മ മരണപ്പെടുന്നതും. പക്ഷേ തായ്ലായ് ഞാൻ ആ ലിഫ്റ്റിൽ ഉള്ളതുകൊണ്ട് അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചതേയില്ല. എന്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ട് അവൻ അങ്ങനെ സന്തോഷിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. അന്നു മുതലേ തായ്ലായ് മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് മതിപ്പ് കൊടുക്കുന്ന വ്യക്തിയും കൂടെയുള്ളവരെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്നാഗ്രഹിക്കുന്ന വ്യക്തിയുമായിരുന്നു. തുടർന്ന് സംസാരിച്ച മിസ്റ്റർ ഷി ജിയോട് പറഞ്ഞു, എന്റെ അമ്മയുടെ സ്വഭാവവും നിന്റെ അച്ഛന്റെ സ്വഭാവവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവർ മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ആഗ്രഹിച്ചിരുന്നില്ല. അവർ കൂടുതലായി മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് വില കൊടുക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാജിതന്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ്. സമയം രാത്രി വൈകിയിരുന്നു. മിസ്റ്റർ ഷീ തന്നെയായിരുന്നു അന്ന് ജിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. കാറിലിരുന്നും മിസ്റ്റർ ഷീ സംസാരിച്ചു. എന്റെ അമ്മ തോട്ടിവേല ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരാൾ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വീണാൽ അതിന്റെ അർത്ഥം അയാൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നല്ല, അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ തിരുത്തിയെഴുതാൻ സാധിക്കും. എന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ മുതൽ ഞാൻ വളരെയധികം കഠിനമായി അധ്വാനിച്ചു. എന്റെ എമ്പതിയും സിമ്പതിയും ഒക്കെ മാറ്റിവെച്ചു. സംസാരത്തിനിടയിൽ ജി പെട്ടെന്ന് കാറിനുള്ളിൽ പാട്ടുവെച്ചു. ഉടനടി മിസ്റ്റർ ഷിയുടെ ഓർമ്മയിലേക്ക് തന്റെ പഴയകാലം ഓടിയെത്തി. മിസ്റ്റർ ഷിയുടെ കുട്ടിക്കാലത്ത് മിസ്റ്റർ ഷി ഏറെ ദരിദ്രനായിരുന്ന ആ സമയത്ത് ജിയെപ്പോലെ തന്നെ ഒരു സഹായത്തിന് മിസ്റ്റർ ഷി പലരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ആരും തന്നെ സഹായിച്ചിട്ടില്ല. കൈപ്പേറിയ ആ ഓർമ്മകൾ മിസ്റ്റർ ഷിയുടെ ഉള്ളിൽ പെട്ടെന്നൊരു വെളിപാടുണ്ടാക്കി. പഴയ ഓർമ്മകൾ തീർത്ത സങ്കടം കാരണം മിസ്റ്റർ ഷി തന്റെ കാർ ചവിട്ടി നിർത്തി. തനിക്കും ജിയ്ക്കും ദാരിദ്ര്യത്തിനെതിരെ ഒരേ വികാരമാണുള്ളത്.
എന്ന് മിസ്റ്റർ ഷീ ആ സമയം തിരിച്ചറിഞ്ഞു. തന്റെ തന്നെ കുട്ടിക്കാലമാണ് ജിയിലൂടെ താനിപ്പോ കാണുന്നത് എന്നും അയാൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. എനിക്കും നിങ്ങളെപ്പോലെ തന്നാകണം എന്ന് ജി പറഞ്ഞതും ആ ഒരു നിമിഷത്തേക്ക് മിസ്റ്റർ ഷീ പെട്ടെന്ന് സൈലന്റായി. ജി പറഞ്ഞ അതേ വാക്കുകളായിരുന്നു മരണപ്പെടുന്നതിന് മുമ്പ് മിസ്റ്റർ ഷീയുടെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. ആ ഒരു നിമിഷത്തിലാണ് താനൊട്ടും ചിന്തിക്കാതെ പ്രതികരിക്കുന്ന എന്തൊരു മനുഷ്യനായിരുന്നു എന്ന് മിസ്റ്റർ ഷീ മനസ്സിലാക്കുന്നത്. അന്ന് ജിയുടെ വീടിന് മുമ്പിലെത്തി ജിയെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് മിസ്റ്റർ ഷിയുടെ മനസ്സ് മാറിയിരുന്നു. ജിക്ക് വേണ്ടി കിയോസ്കിന്റെ വില കുറച്ചു കൊടുക്കാം എന്ന് മിസ്റ്റർ ഷീ സമ്മതിച്ചു. കുട്ടിക്കാലത്ത് അതുപോലെ ആരെങ്കിലും തന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്നെന്ന് മിസ്റ്റർ ഷീ ആഗ്രഹിച്ചിരുന്നു. അതാണ് മിസ്റ്റർ ഷീ ജിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത്. തായ്ലായോട് ഇക്കാര്യം താൻ തന്നെ ഡിസ്കസ് ചെയ്തോളാം എന്നും മിസ്റ്റർ ഷീ പറഞ്ഞു. ജിക്ക് സന്തോഷം തോന്നിയിരുന്നു. അവൻ അച്ഛനായി ഒരു കത്തെഴുതി. കണ്ണീരോടെ എഴുതിയ ആ കത്തിൽ നമ്മൾ നമ്മുടെ സ്വപ്നം നടപ്പാക്കാൻ പോകുന്നു എന്നവൻ കുറിച്ചിരുന്നു. മറുവശത്ത് മിസ്റ്റർ ഷീ ചെന്ന് തായ്ലായെ കണ്ടു. കിയോസ്കിന്റെ കാര്യം സംസാരിച്ചു. കിയോസ്ക് ഉടമ മരിച്ചതോടെ അവിടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയെ താൻ പുറത്താക്കിയിട്ടുണ്ടെന്നും ആ കിയോസ്ക് കുറഞ്ഞ വിലയിൽ തായ്ലായ്ക്ക് വാങ്ങാമെന്നും മിസ്റ്റർ ഷീ അറിയിച്ചു. പക്ഷേ തായ്ലായ് അതിന് വിസമ്മതിച്ചു. മിസ്റ്റർ ഷീയോട് തായ്ലായ് അപേക്ഷിച്ചു. മരണപ്പെട്ട ഷോപ്പ് ഓണറുടെ ഫാമിലിക്കാണ് ഇപ്പോൾ അത് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കഴിയുമെങ്കിൽ അവർക്ക് ആ ഷോപ്പ് തിരികെ കൊടുക്കണം. അവരെ വേദനിപ്പിക്കരുത്. അവരുടെ വീട്ടിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടേയുള്ളൂ. കൂടുതൽ ദുഃഖത്തിലേക്ക് അവരെ തള്ളിവിടരുത്. തായ്ലായുടെ ആ വാക്കുകൾ കേട്ടതും മിസ്റ്റർ ഷീ പുഞ്ചിരിച്ചു. ഷീക്ക് അറിയാവുന്ന തായ്ലായ് ഒരിക്കലും മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. ചുറ്റുമുള്ള ആളുകളെ, അവരുടെ ഫീലിംഗ്സിനെ തായ്ലായ് വലിയ തോതിൽ മതിച്ചിരുന്നു. അന്ന് വൈകിട്ട് തായ്ലായ് വീട്ടിലേക്ക് എത്തിയപ്പോ മിസ്റ്റർ ഷിയുടെ ഓഫർ തായ്ലായ് നിരസിച്ചു എന്ന് ജി അറിഞ്ഞു. അത് കേട്ടതും ജിക്ക് വലിയ ദേഷ്യം വന്നിരുന്നു. ദേഷ്യപ്പെട്ട് സൈക്കിൾ എടുത്ത് അവൻ പുറത്തേക്ക് ചവിട്ടിപ്പോയി. പാർക്കിൽ പോയിരുന്ന് അവൻ കരയാൻ തുടങ്ങി. വൈകാതെ തായ്ലായ് മകനെ ആശ്വസിപ്പിക്കാൻ അങ്ങോട്ടേക്ക് വന്നു. നടന്ന കാര്യങ്ങൾ അത്രയും തായ്ലായ് ജിയോട് വിശദീകരിച്ചു. തായ്ലായുടെ വാക്കുകളിലുള്ള മനുഷ്യത്വവും മാനവികതയും ഒക്കെയും ജിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജി ഒടുവിൽ തന്റെ അച്ഛന്റെ തീരുമാനത്തെ അംഗീകരിച്ചു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ജി സക്സസ്ഫുള്ളായ ഒരു ബിസിനസ് പേഴ്സണായി മാറിയിരുന്നു. ജിക്ക് പ്രോപ്പർട്ടി ബിസിനസ് ആയിരുന്നു. പക്ഷേ കോമ്പറ്റീറ്റേഴ്സായ മറ്റ് ബിസിനസ്സുകാരെ പോലായിരുന്നില്ല അവൻ. അവന്റെ പ്രോപ്പർട്ടി ബിസിനസ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കുന്നതിലും മറ്റുമായിരുന്നു. തുടർന്ന് നടന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ജിയുടെ കൊളീഗ്സ് ജിക്കെതിരെ പ്രതിഷേധിച്ചു. എല്ലാ തവണയും അണ്ടർ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഹൗസിംഗ് പ്രൊജക്ട് നടക്കുന്നതിന് ചേർന്ന് തന്നെ ജി അവിടെ ഒരു സ്കൂൾ പണിയാറുണ്ട്. അത് കമ്പനിയുടെ ലാഭത്തെ കുറയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നു പോയാൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അതിൽ ദേഷ്യപ്പെടും. അതൊക്കെ കേട്ടിരുന്ന ജി പ്രതികരിച്ചില്ല. അവൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു, ഒന്ന് കലക്കി അതിൽ നിന്നൊരു സിപ്പ് എടുത്തു. ശേഷം അവരോടായി പറഞ്ഞു, ഇറ്റ് നൺ ഓഫ് മൈ ബിസിനസ്. അതെന്റെ വിഷയമേ അല്ല. പണ്ട് മിസ്റ്റർ ഷീ മറ്റൊരു തരത്തിൽ പഠിപ്പിച്ച വാക്കുകൾ അതിന്റെ നല്ല വശത്തിലേക്ക് അവൻ പ്രയോഗിച്ചു തുടങ്ങിയിരുന്നു. ജി എന്ന കുട്ടിയുടെ വളർച്ചയും മിസ്റ്റർ ഫോക്സ് എന്ന വ്യക്തിയുടെ മാറ്റങ്ങളും അടങ്ങിയ ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.